ലെച്ചൂസ് കുക്കിംഗ് ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളയരി പായസമാണ്. ഇതിനെ ഇല്ലിയരി എന്നും പറയും. നല്ല ടേസ്റ്റിയും വെറൈറ്റിയുമായ ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. 1 കപ്പ് ഇല്ലിയരി ഒരു 7 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലിയരിക്ക് നല്ല വേവുള്ളത് കൊണ്ട് നമ്മൾ കുക്കറിലാണ് ഇത് വേവിക്കേണ്ടത്. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ 7 വിസിൽ വരുന്നവരെ വേവിക്കാം. കുക്കറിനനുസരിച്ചിട്ട് വിസിൽ കൂടുകയും കുറയുകയും ചെയ്യാട്ടോ. അരി വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട നാളികേരപ്പാൽ തയ്യാറാക്കാം. നാളികേരം ചെറിയത് 4 കപ്പിൽ താഴെയുണ്ട്. നല്ല നാളികേരാണെങ്കിൽ 2 നാളികേരം എടുത്താലും മതിയാവും. ഇതിൽ നിന്ന് നല്ല പാലും 2-3 പാലുകളും പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. 7 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എയറൊക്കെ പോയതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അരി കുറച്ച് വേവ് കുറവുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് പിഴിഞ്ഞ പാലാണ് ചേർക്കണത്. 2 കപ്പ് ഉണ്ട്. ആദ്യം തന്നെ ശർക്കര ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അരി അധികം വേവില്ല. അതുകൊണ്ടാണ് നാളികേരപ്പാൽ ചേർത്തിട്ട് വേവിക്കണത്. നാളികേരപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരേ വശത്തേക്ക് മാത്രം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2ാം പാൽ ചേർക്കാം. 2ാം പാലും 2 കപ്പ് തന്നെയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ ഇളക്കിയതുപോലെ തന്നെ ഒരേ വശത്തേക്ക് മാത്രം ഇളക്കി കൊടുക്കണം. ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അരി ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് അരച്ച് ചേർക്കണം. എന്നാലാണ് പായസത്തിന് നല്ല കൊഴുപ്പുണ്ടാവുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിൽ നിന്ന് ഏകദേശം 1 കപ്പ് അരി മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിത് പായസം ഉണ്ടാക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. 250 ഗ്രാം ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണിത്. ശർക്കര ഉരുക്കിയത് 1 കപ്പ് ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു പാകത്തിനുള്ള മധുരമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല മധുരം വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരു 300 ഗ്രാം വരെ ശർക്കര ചേർക്കാം. പലതരത്തിലുള്ള ശർക്കര കടകളിൽ വാങ്ങാൻ കിട്ടും. പായസം ഉണ്ടാക്കാനായിട്ട് നല്ല കളറുള്ള ശർക്കര നോക്കി വേണം വാങ്ങാൻ. ഇനി നമുക്ക് പായസത്തിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഈ ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ വലിയേച്ചിയാണ്. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇപ്പോൾ ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല പാല് ചേർത്ത് കൊടുക്കാം. നല്ല പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് ഉണ്ട്. നല്ല പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത കാഷ്യൂനട്ടും കിസ്മസും ഒക്കെ ഇട്ട് കൊടുക്കണം. ചൂടായ പാത്രത്തിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നാളികേരക്കൊത്ത് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ചെറുതാക്കി എരിഞ്ഞ 1.5 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് ചെറിയ പീസുകളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടിനും ഉണക്കമുന്തിരിക്കൊന്നും പ്രത്യേകിച്ച് ഒരളവില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പായസത്തിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മുളയരി പായസം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു പായസമാണിത്. അരി വെന്ത് കിട്ടാൻ കുറച്ച് നേരം എടുക്കുന്നേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് നാളികേരപ്പാൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ടൈം സേവ് ചെയ്യാനും പറ്റും. ഇല്ലിയരിക്ക് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഷുഗർ കൂടുതലുള്ളവർക്ക് ഇല്ലിയരി ചോറ് വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ പായസം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇല്ലിയരി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. മുളയരി കിട്ടുമ്പോൾ എല്ലാവരും ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.